ഒരു എയർപോർട്ട് എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു എയർപോർട്ടിന്റെ റവന്യൂ മോഡൽ എന്താണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെന്താണ് നമുക്ക് നോക്കാം. ഒരു എയർപോർട്ട് പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് ഇൻകം ആണുള്ളത്. ഇതിൽ 4ാമത്തെ മോഡൽ നിങ്ങൾ അധികം ആരും ശ്രദ്ധിക്കാത്ത മോഡലായിരിക്കും. അതുകൊണ്ട് 4ാമത്തെ വരെ കാണാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1ാമത്തെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് അറൈവലും അതുപോലെ ലാൻഡിംഗും ആണ്. ഓരോ പ്രാവശ്യം ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്നതിനും അതുപോലെ പാർക്ക് ചെയ്യുന്നതിനും എയർപോർട്ടിന് ഈ എയർലൈൻ കമ്പനികൾ കാശ് കൊടുക്കണം. ഓരോ പാസഞ്ചറിന്റെ കണക്കിനനുസരിച്ചിട്ടാണ് എയർലൈൻ കമ്പനിയിൽ നിന്നും ഇങ്ങനെ ഈ എയർപോർട്ട് ചാർജ് ചെയ്യുന്നത്. ഒരു ഡൊമസ്റ്റിക് പാസഞ്ചറിന് 200 രൂപയോളം, ഒരു ഇന്റർനാഷണൽ പാസഞ്ചറിന് 800 രൂപയോളാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് പാർക്ക് ചെയ്ത് വെക്കുന്നതിന് 1 ലക്ഷം രൂപയോളം തന്നെ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. 2ാമത്തെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് എയറോ ബ്രിഡ്ജസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എയർപോർട്ടും അതുപോലെ എയറോപ്ലെയിനും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് ഉണ്ടാവും. ഇതിനാണ് എയറോ ബ്രിഡ്ജ് എന്ന് പറയാം. ഈ ഒരു ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നതിന് എയർപോർട്ടിന് എയർലൈൻ കമ്പനികൾ ചാർജ് നൽകേണ്ടതാണ്. 3ാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഷോപ്പുകൾ അതുപോലെ റെസ്റ്റോറന്റുകളാണ്. എയർപോർട്ടിലുള്ള ഓരോ ഷോപ്സിനും വളരെ ഹെവി ആയിട്ടുള്ള റെന്റ് ആണുള്ളത്. ഇതൊരു എയർപോർട്ടിന്റെ വരുമാനമാണ്. 4ാമതാണ് ക്യാബ് ഓപ്പറേറ്റിംഗ്. ഊബർ, ഓല പോലുള്ള ക്യാബ് ഓപ്പറേറ്റിംഗ് കമ്പനികൾക്കും ഒരു നിശ്ചിത എമൗണ്ട് ഈ എയർപോർട്ടിന് നൽകേണ്ടതായിട്ടുണ്ട്. ഇതും എയർപോർട്ടിന്റെ ഒരു വരുമാന സ്രോതസ്സാണ്. സോ ഒരു എയർപോർട്ട് എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്.